സ്ഥലത്തെത്തിയപ്പോൾ ചേട്ടൻ കണ്ട് ഒരു വലിയൊരു തുക കൊണ്ട് എൻ്റെ കൈ കൊണ്ട് നിന്നിട്ട് പറയും, ഇത് ഫുഡും കാര്യങ്ങളും അവിടുത്തെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളാണ് നോക്കി ചെയ്തിട്ട് വരേണ്ടത്, വേറെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ അന്തം വിട്ടു, ഇതെല്ലാം ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യട്ടെ. പിന്നെ വേറൊരു കാര്യം, പാക്കേജ് ആരന്മാരെ കൂടെ പോയി എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എവിടെയൊക്കെ ഉണ്ട്. ആ ഒരു ധൈര്യമാണ് എനിക്കുള്ളത്. അങ്ങനെ നമ്മളാണ് ഈ ട്രിപ്പ് കൊണ്ടുപോയി അവിടേക്ക് രാവിലെ ഫ്രഷപ്പ്, ബ്രേക്ക്ഫാസ്റ്റ്, പോകുന്ന സ്ഥലങ്ങളിലുള്ള ടിക്കറ്റ്, ഉച്ചയ്ക്കുള്ള ലഞ്ച്, വൈകിട്ടുള്ള ഡിന്നർ എല്ലാം നമ്മളാണ് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കണ ജിത്തുവാണ്. അവൻ +2 മാത്സ് ഭയങ്കര മാർക്കോടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണക്ക് കാര്യങ്ങളെല്ലാം നോക്കണ ജിത്തുവാണ്. ഞാൻ കണക്കിൻ്റെ ആ ഭാഗത്തോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പ്ലസും മൈനസും ഗുണനവും എല്ലാം അവനറിയാം കണക്ക്. ഞാൻ കണ്ട് മനസ്സിലാക്കിയത്. അപ്പോൾ കണക്കെല്ലാം അവനവിടെ നോക്കുക. അപ്പം ബാക്കി എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ നിന്നാൽ മതിയാണ്. ഞാൻ ജിത്തു ക്യാമറ പിടിച്ച് കൈ കഴച്ചിട്ട് നിൽക്കുകയാണ്. ജിത്തു നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിയെന്ന് പറയണം. വെഞ്ഞാറമൂട് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെഞ്ഞാറമൂട് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരെ നമുക്ക് രാവിലെ ഒരു 5:30 മണിക്കകത്ത് നേരെ ഓടി കയറണം. അപ്പം നേരെ വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊരു ചായ കുടിക്കണോ? പിന്നെ കുടിക്കാം. എവിടെ നിന്ന് കുടിക്കാം? കോട്ടയോ ഏറ്റുമാനൂരോ എവിടെ നിന്ന് കുടിക്കാം. സ്ഥിരം കടയുണ്ട്. അവിടെ പോയിട്ട് സ്ഥിരം കടയിൽ നമ്മൾ പോയിട്ട് ഒരു സംഭവമുണ്ട്, സ്പെഷ്യൽ സംഭവം. ഓംപ്ലേറ്റ് അടിക്കും, ഹോൾസെയിൽ ഓംപ്ലേറ്റ്. എന്നിട്ട് അതിൽ നല്ല മുളകൊക്കെ കൂട്ടിയിടും. മുളക് സവാളയും കുറച്ച് മുളക് കൂട്ടിയിടും. നല്ല എരിഞ്ഞ് പുകഞ്ഞ് പോകാൻ വേണ്ടി, ഉറങ്ങിക്കണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടി. അങ്ങനെ അപ്പോൾ നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റുമാനൂരെത്തുമ്പോൾ അടുത്ത് ശരി. നമ്മൾ ഏറ്റുമാനൂരെത്തി. നമ്മൾ ഈ കടയിൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇതാ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. കൊണ്ട് നിർത്തിയ പാടെ ഞാൻ ചായ കുടിക്കാനായിട്ട് ഓടി. ഫോൺ എടുക്കാൻ മറന്നു. അല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കണം, വീഡിയോ ഒക്കെ എടുക്കായിരുന്നു, വിട്ടുപോയി. അപ്പം നമ്മളെ ചെറുക്കനെ കണ്ടിട്ടല്ലേ, നമ്മളെ ചെറുക്കൻ അടങ്ങുന്നു. ചെറുക്കൻ പറന്നു വന്ന് നേരെ ഇവിടെ കൊണ്ടങ്ങ് ഓടി. ഒരു ചായ കുടിക്കാമെന്ന് തുടങ്ങി. ഇനി ഇപ്പം തന്നെ ഒരു 2-2:15 ആയി. ഒരു 4-5-5:30 അവിടെ എത്തണം. സ്ഥിരം നമ്മളെ ലൈറ്റ് കട്ടടിച്ച് ചേർന്ന ചേട്ടൻ ലീവെന്ന് തോന്നണല്ലേ? പയ്യ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ലൈറ്റ് കട്ട കിട്ടിയില്ല. ശകലമൊക്കെ മാറ്റമുള്ള കട്ടനാണ്. കട്ടനല്ല, ചായ. ചില ബോധം പോയി. ആ മിന്നൽ നമ്മളെ അതിന് മിന്നലിൻ്റെ ബാഗിൽ നമുക്ക് വെച്ച് പിടിക്കാം. മിന്നലെവിടാ? മിന്നൽ കാസർഗോഡ് മിന്നൽ എന്നാണോ? നമ്മളങ്ങനെ സിൽവർ സ്റ്റോണിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഷപ്പ്. എങ്ങനെയാടാ? എന്തോന്നൊരു റെസിപ്റ്റ്? ഫ്രഷപ്പുണ്ട്. ഓക്കെ അതാണ് പാർട്ടി ഏരിയയിൽ കൂടെ. നേരെ അവിടെ നിന്ന് നമ്മളിവിടെ ഒരു 5:30 ആയപ്പോൾ എത്തി. 7:30 വരെ കിടന്നുറങ്ങാം. ഈ ചാട്ടനാണ് ഇവിടുത്തെ കാര്യമൊക്കെ സെറ്റപ്പ് ചെയ്തിരുന്നത്. അവിടെ വന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അതേപോലെ വന്ന് സംസാരിച്ച് കാര്യമെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ നേരെ പോയി ആതിരപ്പള്ളിയൊക്കെ കാണിച്ച് വീണ്ടും കൊണ്ട് അവർ സിൽവർ സ്റ്റോണിൽ വിട്ട്. ഇനി ഇവിടെ നിന്ന് അവർ ഒരു 5 മണി കഴിഞ്ഞേ കയറ്റുള്ളൂ. നല്ല തിരക്കുണ്ട് സിൽവർ സ്റ്റോണിൽ. ഇത് ചൂടൊക്കെ ആയതുകൊണ്ടേക്കും എല്ലാവരും ഒക്കെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അവധിയും കൂടെ അല്ലേ. സിൽവർ സ്റ്റോൺ നല്ല തിരക്ക്. ഞാൻ രാവിലെ ഈ പാർക്കിങ്ങിലാണ് ഞാൻ നിസ്സാരമായിട്ട് വണ്ടി കൊണ്ടിട്ട് കിടന്നു തുടങ്ങി. ഇപ്പോൾ വന്നപ്പോൾ വണ്ടി അകത്ത് കയറ്റാൻ പോലും പറ്റില്ല. ഇനി ബാക്കെടുത്ത് വേണം തിരിച്ചിറങ്ങി പോകും. അത്ര വണ്ടികളെല്ലാം വന്ന് പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്. ജിത്തുവാണെങ്കിൽ തളർന്ന് ഇതിപ്പോൾ തലയൊക്കെ കോതി വയ്ക്കുന്നു. എന്ത് ദേഷ്യത്തിൽ തല കോതണ? വെയിലായ തല കോതു. വെയിലായ ആൾക്കാർ ഷർട്ടൊക്കെ ഒന്ന് നൂത്തിടയല്ലേ ഉള്ളൂ, ഒന്ന് തണുപ്പ് കയറാൻ വേണ്ടി. ഈ തിരക്കുള്ള പ്രദേശങ്ങളെത്തുമ്പോൾ നിനക്ക് തല കോതല് കുറച്ച് കൂടുതൽ തന്നെ.
ആൾക്കാരൊക്കെ തിരക്കായിട്ട് വെളിയിലിരിക്കുമ്പോൾ തല പോതുന്നി, എനിക്കറിയാം. ഉദ്ദേശങ്ങൾ വേറെയാണ് അതിൽ. നമുക്ക് നമ്മൾ കൂളിംഗ് അടിച്ചിരിക്കുന്നത് നമുക്ക് നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ചൂട്, പിന്നെ എതിരെ പറഞ്ഞ ലൈറ്റിൻ്റെ വെട്ടം ഓവറായിട്ട് നമ്മളെ കണ്ണിൽ പതിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങൾ കൊണ്ടാണ് ഈ സൺ കൂളിംഗ് അടിച്ചിരിക്കുന്നത്. ആർക്ക്? പാലക്കാടിന്റെ മണ്ണിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കൂളിംഗ് അടിച്ചത്. വായു നോക്കാനായിട്ട് ഒരിക്കലും ഒരു വണ്ടിയിൽ ആരും കൂളിംഗ് അടിക്കില്ല. നീ നിന്റെ കാറിൽ അടിച്ചേക്കുന്നത് വേറെ എന്തോ ഉദ്ദേശങ്ങൾ കൊണ്ടിട്ടാണ്. അത് എനിക്കിവിടെ ഓപ്പൺ ആയിട്ട് എനിക്കിവിടെ പറയാൻ എനിക്ക് ലജ്ജയുണ്ട്, ലജ്ജ. ആദ്യം അവരുടെ അടുത്ത് ബാക്കി കിടക്കുന്ന ട്രാവലർ മാറ്റി തരാൻ പറ, ഏതാ എടുത്തിട്ട് പോകാൻ പറ. നമുക്ക് ഇതിനകത്ത് തന്നെ ഇടാനുള്ള സെറ്റപ്പ് വേണം അവിടെ. അങ്ങനെ തോറ്റൂല, തിരക്ക് ഗായ്സ്, ഫുൾ തിരക്ക്. അപ്പോൾ നമ്മൾ സിൽവർ സ്റ്റോണിൽ നിന്ന് ഒരു വെറൈറ്റി സാധനം വെച്ച് കഴിക്കുകയാണ്, ബ്രെഡ് പോക്കറ്റ്. നമ്മളെ ഷവർമ്മയൊക്കെ പോലെ വേണമെങ്കിൽ കണക്ക് കൂട്ടാം. ഇഷ്ടപ്പെട്ടാണോ? രാവിലെ കാപ്പ് കുടിക്കാത്തതുകൊണ്ട് നമുക്ക് ഒരു ഇടക്കാല ആശ്വാസമായിട്ട് കഴിക്കുകയാണ്. കൂടെ പെപ്സി. ചെപ്പതുക്കണത് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ കഴിച്ചു തീർന്നല്ലേ, ഇതുവരെ നീ കഴിച്ചില്ലല്ലോ. ചില നേരം അങ്ങനെയൊന്നുമല്ലല്ലോ, വെട്ടി അടിക്കണല്ലേ. ഇപ്പം എന്തിറങ്ങണല്ലേ? ഇവിടെ ഇതൊക്കെ തിന്ന്, ഇത് എണ്ണയൊക്കെ നിന്റെ ശരീരത്തെ പിടിക്കണ്ടേ? പിന്നെ മണ്ണെണ്ണ അതെന്ത് രസം ഉണ്ടാക്കുന്നത്? സോസ്. അപ്പം എണ്ണയിലല്ലേ പൊരിക്കണം, പച്ചവെള്ളത്തിലാണ് പൊരിക്കുന്നത്. പെട്ടെന്ന് കഴി വണ്ടി ചെന്നിടന്ന് ഉറങ്ങണം എനിക്ക് ബാക്കിയും കൂടെ. ഗായ്സ്, അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ഇറച്ചിക്കറിയൊക്കെ കഴിച്ചിട്ടാവുന്നു. പോരാ, ഇഷ്ടപ്പെട്ടു, കൊള്ളാം, കഴിക്കാം. വിശന്ന് ഇരുന്നാൽ കഴിക്കാം. വിശത്തില്ല, നമ്മൾ വിശപ്പില്ലാതെയാണ് വന്നത് അല്ലേടേ. നമ്മൾ നേരത്തെ ഞാൻ കണ്ടില്ലേ മറ്റേ പോക്കറ്റ് ഷവർമയൊക്കെ തിന്നിട്ട് വിശപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോയി കഴിച്ചുകൊണ്ടായിരിക്കും. എന്തോ കറിയൊന്നും അങ്ങനെ അത്ര പിടിച്ചില്ല. ചിത്തമാണെങ്കിൽ 2 പേർക്ക് തിന്നാനുള്ള കറി അവിടെ വെറുതെ ഇട്ടിട്ടോ. ആഹാരത്തിൽ ഇങ്ങനെ നിന്നിക്കാം കൂടെ. ഗൈസ്, വേറൊരു കാര്യം, വിശപ്പില്ലാതെ നമുക്ക് കുത്തി ഇറക്കാൻ പറ്റൂലല്ലോ. വിശപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് കിട്ടിയാലും ടേസ്റ്റ് നോക്കാതെ കഴിക്കും. അങ്ങനെ കഴിച്ചിട്ടുണ്ട്, ഒരുപാടുണ്ട് അങ്ങനെ കഴിച്ചിട്ട്. ഇന്ന് വിശപ്പില്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. കുറേ മിച്ചം വെച്ച് വിഷമമുണ്ട് അതിൽ. വല്ല പട്ടിക്ക് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ഒരു നേരത്തെ വിശപ്പ് മാറും. സിൽവർ സ്റ്റോണിൻ്റെ തന്നെ AC റൂമുണ്ടെന്ന് പറഞ്ഞ് തപ്പാൻ പോയിരിക്കുകയാണ്. ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. AC റൂം തപ്പി നോക്കട്ടെ. ഇതാ കിടക്കണം. നമ്മൾ AC റൂമിൽ പോകണം. നീ അവിടെ കിടന്നോ? ഇത് നമ്മൾ സിൽവർ സ്റ്റോണിൻ്റെ പുതിയ സംഭവമാണ്. ഇതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവർമാർക്ക് ഇവിടെയാണ് കിടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് അതിനകത്ത് കിടന്നുറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങിയൊക്കെ എണീറ്റ് 2:30 മണിക്ക് കയറിയത് 6 മണി വരെ കിടന്നുറങ്ങി. ജിത്തു വണ്ടിയിലോട്ട് പോയി, ഞാനും അപ്പോൾ അങ്ങോട്ട് പോയി. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് കുഴപ്പമില്ലാതെ വെള്ളമൊക്കെ ഉണ്ട്. വണ്ടികളൊക്കെ അവിടെയാണ് ഒതുക്കി വിട്ടേക്കണം. നമ്മളിത് അങ്ങോട്ട് പോകുന്നു. നമ്മളല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല, ഇവിടെ നിന്ന് സിൽവർ സ്റ്റോണിൻ്റെ ഇവിടെ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ്. അങ്ങനെ നമ്മൾ വൈകിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നമ്മളെ ചാലക്കുടി തന്നെ പാരഡൈസ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഫുഡ് കൊടുത്തത്. നമ്മളെ പാർട്ടി അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളാണ് ഫുള്ള് പാക്കേജ്. ചേട്ടൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. പുള്ളിക്കാരനെ ഞാൻ നേരിട്ട് കണ്ടൊന്നുമില്ല, ബില്ല് എടുത്ത് കാണിച്ചാൽ. പുള്ളിക്കാരനെ ഞാൻ നേരിട്ട് കണ്ടൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നതനുസരിച്ച് ഓരോ സ്ഥലത്തും കറക്റ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്ത് അപ്പോൾ അതല്ല ലാസ്റ്റ് നമ്മൾ ഫുഡിൻ്റെ അവിടെയും കൂടെ പേയ്മെൻറ്റ് കൊടുത്ത് കഴിഞ്ഞ് അതെല്ലാം ക്ലിയറായി. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് AC ഇട്ടിരിക്കാമെന്ന് വിചാരിച്ച്. ഭയങ്കര ചൂട്.
അടുത്ത് അവിയണോണ്ട് 10 മിനിറ്റ് AC ഇടാന്ന് വിചാരിച്ചു. AC ഒക്കെ ഇട്ട് 10 മിനിറ്റ് ഇരിക്കുമ്പോൾ പാർട്ടി വരും. നേരെ എടുത്തോണ്ട് നമ്മളെ തിരുവനന്തപുരത്ത് ഒറ്റവിടല് കാട്ടാക്കട. രാത്രി ആയിക്കണ അൽഫാം ഒന്നും കഴിക്കാത്ത ഒരുമാതിരി ചുമ്മാ അല്ല നീ ഗായ്സ്. ഇവൻ ഫുഡ് കഴിക്കില്ല, അതുകൊണ്ടാണ് ഇവ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവൻ കഴിക്കുന്നില്ല. ഇവ ഉള്ള എല്ലാം എനിക്ക് വരിട്ട്. ഞാനാണെങ്കിൽ തിന്ന് ബീപ്പക്കുറ്റി പോലെ പൊയ്ക്കൊണ്ടിരിക്കും. തടി ഒന്നും തിന്നൂല, എല്ലാം എനിക്ക് വരിട്ട് തരും ഗായ്സ്. എൻ്റെ ചെറുക്കനും ഫുള്ള് എല്ലാവരും കസ്റ്റമർ സാധനങ്ങളാണ് ഫുള്ള്. കാണ്ടില്ലേ 2 കുപ്പി കൊക്കക്കോളയാണ്. ഇതിവൻ തന്നെ കുടിക്കും. ഇതെടുത്ത് കുടിക്കുമ്പോൾ തന്നെ പല്ലൊരുമാതിരിയാവും. അതുകൊണ്ട് ഞാനിത് കുടിക്കില്ല. ഇവൻ തന്നെ രാത്രി ഇത് കുടിച്ച് തീർക്കും. ഇത് കുടിച്ച് തീർക്കാതെ നീ വണ്ടിയിലൊന്നും ഇറങ്ങൂല. ഈ 2 കുപ്പിയും ഇത് കുടിച്ചിട്ട് ഇവിടെ ചാരിരുന്നോ ഉറങ്ങാൻ വേണ്ടിയല്ലേ. നമുക്ക് വെള്ളമാണ്. നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ഇതെനിക്ക് രാത്രി എനിക്ക് പവർ ആവാനുള്ള സാധനമാണ്. വിക്സ്, ഏലാതി മുട്ടായി. അത് നീ നീ ഇത് കുടിച്ച് തീർക്കാതെ നീ വണ്ടിയിൽ നിന്ന് വെളി ഇറങ്ങൂല. ഇത് 2 നീ കുടിച്ച് തീർത്തോണം. ഗായ്സ്, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ചിത്തു, നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് ഗായ്സ്. നമ്മൾ പൊന്മുടിയിൽ നമ്മൾ പാർക്കിങ്ങിൽ കൊണ്ടിട്ടുന്നപ്പം നമ്മളെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മളെ ഒരു ഫാമിലി രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് 4 പേര് അവരൊരുമിച്ച് ആദ്യമായിട്ട് നമ്മളെ വ്ളോഗൊക്കെ കാണും. അവരെ അങ്ങനെ കാണണമെന്ന് കൊതിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ അടുത്ത് വന്ന് മിണ്ടി. അവർ വന്ന് നമ്മൾ പെട്ടെന്ന് വന്ന് കയറി കയ്യൊക്കെ തന്ന് മിണ്ടിയപ്പം ഞാനും ചിത്തു വിചാരിച്ച് നമ്മൾ ബ്ലിങ്കായി നിൽക്കുകയാണ്. ഇത് നമ്മൾ ആക്കടയാണ് യഥാർത്ഥത്തിൽ അവർ ഇഷ്ടമായിട്ട് വന്ന് നമ്മുടെ അടുത്ത് മിണ്ടിയതാണാ എന്നുള്ളത്. പക്ഷേ സത്യത്തിൽ അവർ നമ്മളെ വ്ളോഗൊക്കെ കണ്ട് നമ്മുടെ അടുത്തുള്ള ഒരു സ്നേഹം കൊണ്ട് അവർ വന്ന് മിണ്ടിയതാണ്. ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി. അവരെ ഫോട്ടോ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. കിടിലൻ ഫാമിലി. ആദ്യമായിട്ട് നമുക്ക് ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു അംഗീകാരം പോലെയാണ് അവർ വന്ന് മിണ്ടിയപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നിയത്. പിന്നെ അത് നമുക്ക് ഈ വ്ളോഗിൽ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ്. അടുത്ത വ്ളോഗ് അവർ കാണുമെന്ന് പറഞ്ഞത്. എന്തായാലും അവരിത് കാണുമ്പോൾ അവർക്ക് ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വരും. അപ്പോൾ ഗൈസ്, നമ്മളെ പാർട്ടി അവിടെ ഇറങ്ങിയിരിക്കുന്നു. ഇനി അടുത്തിന് ഇനി വല്ലതും വഴക്ക് പറയും അവർ. നമുക്ക് പോകാൻ നേരം അങ്ങോട്ട്. അങ്ങനെ നമ്മളിപ്പോൾ വെഞ്ഞാറമൂട് ഡീസലടിക്കാനായിട്ട് നിർത്തി. ഡീസലടിച്ച് കഴിഞ്ഞ് ഇനി അവരെ കൊണ്ട് ഇറക്കണം. കാട്ടാക്കടയാണ് ഇറക്കാനുള്ളത്. അപ്പം നമുക്ക് വെമ്പായം വഴി കയറി നെടുമങ്ങാട് വഴിക്ക് പോകാമെന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ടോയ്ലറ്റിലൊക്കെ പോകാൻ ഇറങ്ങി. ഇവിടെ വെഞ്ഞാറമൂട് പാലം പണി അടങ്ങുകൊണ്ട് ചുറ്റിപ്പറക്കിയൊക്കെ വേണം പോകാൻ. ഇപ്പോൾ ഏകദേശം എത്ര മണി സമയം? ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയാവാറായി. വെളുപ്പാങ്കാലം ഇങ്ങനാണ്ടാ. ഡേയ്, എത്ര ഉറക്കായിടാ നീ? ആര്? ഗൈസ്, ഇപ്പോൾ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 1-2 ക്ലിപ്പുകളൊക്കെ ഇട്ടുതരാം. ഉറങ്ങിയില്ല അല്ലേ? ഉറങ്ങിയാ നീ? ഉറങ്ങിയില്ല? അങ്ങോട്ട് ഉറങ്ങിയില്ല? ഉറപ്പ്? ഓക്കെ. നമ്മളെ ആളെയൊക്കെ ഇറക്കി. നമ്മുടെ ആൾക്കാരാണ് നമ്മൾക്ക് അടുത്തുള്ള ബസ് കയറി പോകാനായിട്ട് നിൽക്കുന്നത്. കാട്ടാക്കട ജംഗ്ഷനാണ്. കാട്ടാക്കട കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് പ്രോപ്പർ കാട്ടാക്കട ജംഗ്ഷൻ. കാട്ടാക്കട ഇപ്പോൾ ബാലകാരൻ ജംഗ്ഷൻ എത്തി. നമ്മുടെ ചെറുക്കൻ ദോ കിടക്കണം.
ഇവിടുത്തെ നമ്മളെ ഭാഗ്യപുരം തക്കയുടെ വെള്ളം കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. മൊസംബി ജ്യൂസ് വാങ്ങി കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. മൊസംബി ജ്യൂസ് ഇത് കുടിച്ചിട്ട് വേണം വണ്ടി കൊണ്ട് ഷെഡ് ഇട്ടിട്ട് വീട്ടിൽ പോകാൻ.